അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു ബണ്ണാണ്. സാധാരണ ബണ്ണുണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഈ ബണ്ണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പൊങ്ങി വരാനായി ഒരു 10 മിനിറ്റ് വരെ മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് വീറ്റ് ഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ 1 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കപ്പ് ഫുള്ളായും മൈദയോ അല്ലെങ്കിൽ വീറ്റ് ഫ്ലോറോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഒരു ചപ്പാത്തിക്കുള്ള മാവ് പോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പൊങ്ങി വരാനായി ഒരു 2 മണിക്കൂർ വരെ മാറ്റി വെക്കാം. ഇനി ഇതിനു വേണ്ട ചിക്കൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഏകദേശം 350 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് വരെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇതും കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അവസാനമായി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്.
ഇത് 1 മിനിറ്റ് ഒന്ന് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റി ഒന്ന് കൈകൊണ്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് കുറച്ച് വെച്ചുകൊടുത്ത് നന്നായി ഇതുപോലെ എല്ലാ ഭാഗവും കവറാവുന്ന വിധത്തിൽ ഒന്ന് കൈകൊണ്ട് റോൾ ചെയ്ത് കൊടുക്കാം. എല്ലാ മാവും നമുക്കിതുപോലെ ഫില്ലിങ് വെച്ച് ഉരുളകളാക്കി മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി കോല് വെച്ച് പരത്തിയെടുത്താലും മതി. പരത്തിയെടുക്കുമ്പോൾ അധികം നേർത്തതായി പരത്തിയെടുക്കാതെ കുറച്ച് കട്ടിയോടുകൂടി തന്നെ പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ എല്ലാ മാവും ഞാൻ ഇതുപോലെ ഫില്ലിംഗ് വെച്ച് ഉരുളകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കാം. ആ സമയത്ത് ഇത് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇത് പിന്നെ കുറച്ചൊന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിം ആക്കി കൊടുത്താൽ മതി. ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള ബണ്ണും കൂടി നമുക്കിതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം ലോ ഫ്ലെയിം ആക്കി കൊടുത്താൽ മതി. പിന്നെ ഇതൊന്ന് പൊങ്ങി വന്നാൽ മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടുള്ള ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ബേക്ക് ചെയ്തിട്ടുള്ള ബണ്ണ് കഴിക്കും പോലെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക.